ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഇന്ന് തീരെ വയ്യ, എനിക്ക് പുട്ടാണ് ഉണ്ടാക്കണത് രാവിലെ. ചിക്കൻ കറി പുട്ട്. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരകമാണ് ഇടുന്നത്. അപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുള്ളവർ അത് അവസാനം പൊടിയിലൂടെ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊരു 3 സബോള ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട്, കുറച്ചല്ല, നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴന്ന് വരട്ടെ കേട്ടോ. ഒരു പകുതിയിലധികം വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 10-25 ചുവന്നുള്ളി. ഈ ചുവന്നുള്ളി ചേർക്കുമ്പോൾ ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നമ്മൾ ബീഫിന് നന്നായി ചുവന്നുള്ളി ചേർക്കില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഒരു 10-25 ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്ര വലുപ്പമുള്ളതല്ല, അങ്ങനെ ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇത്രയും ചുവന്നുള്ളി ചേർക്കുന്നത്. ആ ചുവന്നുള്ളിയിൽ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ ഒരു കുടം വെളുത്തുള്ളി, ഇതിപ്പോൾ ഇഞ്ചിയാണ്, വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇത് ഒരു 5 പച്ചമുളകിൻ്റെ നടുവേക്കിട്ട്, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ഇട്ട് കൊടുത്തത്. 2 kg ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി അതിൻ്റെ പച്ചമണം പോകണ വരെ ഇളക്കി കൊടുത്ത് അതുകൊണ്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചിക്കൻ കറിക്ക് പേരൊന്നും ഇടുന്നില്ല, പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ വേപ്പില ഞാൻ നന്നായി ഇടും കേട്ടോ. നാടൻ ചിക്കൻ കറിയാണ്, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ആണ് ഈ കറി. നന്നായി വഴന്ന് വരണവരെ, ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോകണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ തന്നെ ഗരം മസാല ഞാൻ അവിടെ പൊടിച്ചതാണ് കേട്ടോ. അത് നമുക്ക് ചിക്കനൊക്കെ ഇടാൻ പറ്റിയതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇപ്പോൾ ഇനിയും 2 kg ഉണ്ട് കേട്ടോ ചിക്കൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി എരിവൊക്കെ വേണമെങ്കിൽ നമുക്ക് പൊടി വേണമെങ്കിൽ ഒരു പകുതി കാശ്മീരി മുളക് പൊടി, പകുതി നമ്മുടെ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഉപ്പുള്ള കാരണം എരിവ് സ്വല്പം കുറച്ചാൽ ചേർക്കുള്ളൂ, അതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഈ പൊടിയുടെ പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. ഒരു നാടൻ ചിക്കൻ കറിയാണ്, പക്ഷെ വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ ഗ്രേവിയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേറെ പേരൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ സാധാ ഉണ്ടാക്കണം. എനിക്ക് ഒന്നാമത്തൊന്നും വയ്യ, ഭയങ്കര ക്ഷീണം, തൈറോയിഡിൻ്റെ ഒരു വേരിയേഷനൊക്കെ വന്നിട്ട് ക്ഷീണത്തിലിരിക്കുകയാണ്. എന്നാലും നമുക്ക് ചെയ്യാനുള്ള പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഈ തക്കാളി വഴന്ന് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഞാനങ്ങനെ മൂടി വെച്ച്, എനിക്ക് ഇളക്കാനൊന്നും വയ്യ. അപ്പോൾ ഇളക്കിയെടുക്കണമെങ്കിൽ എടുക്കാം. എന്നിട്ട് മൂടി വെച്ചെടുത്തപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇത്ര തന്നെയുള്ളൂ, അത് മൂടി വെച്ച് വേവിക്കുക. ഇനി വെന്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മല്ലിയില പുതിനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ഒന്ന് പറയാനുള്ളത്, ഞാനിതിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ മൂടി വെച്ചതോ അല്ലെങ്കിൽ അതൊന്നും എനിക്ക് കഴിയുന്ന സുഖമില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഇത് വെന്ത് വന്നപ്പോൾ ഞാൻ പുതിന മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയ കറിയാണ്. അപ്പോൾ അതിൻ്റെ ആ കൂട്ടൊക്കെ തയ്യാറാക്കിയത് ഞാൻ കാണിച്ചില്ല, അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇതൊന്ന് കാണിക്കാമെന്ന് വെച്ചത്.
ആ ഉള്ളി അതിൻ്റെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.